ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മസാല ഷവായയാണ്. ഷവായ ചിക്കൻ ആണെങ്കിലും അൽഫാമിനാണെങ്കിലും ഒക്കെ ടേസ്റ്റ് നൽകുന്നത് അതിൽ ആഡ് ചെയ്യുന്ന മസാലയാണല്ലേ. പ്രത്യേകിച്ച് മസാല ഷവായിക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം അതിന്റെ മസാല തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഷവായും ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടാറുണ്ട്. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതും ഉണ്ടാക്കുന്ന രീതിയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് എയർ ഫ്രയറിനകത്ത് ഉണ്ടാക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അതല്ലാതെ നമുക്ക് ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുത്തോ സാധാരണ നമ്മൾ ഗ്രില്ലിൽ വെച്ച് ഉണ്ടാക്കാറുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അൽഫാമിനോ ഷവായിക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരു കോഴിനെ 6 പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഏകദേശം ഒരു 1.5 kg അളവിലാണ് ചിക്കൻ ഉള്ളത്. അതിന്റെ മസാലയ്ക്കായിട്ട് 10-15 വെളുത്തുള്ളിയും അതിന്റെ അളവിനായിട്ടുള്ള ഇഞ്ചിയും കൂടെ ആദ്യം ചതച്ചെടുത്തു. അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 വലിയുള്ളിയും കൂടെ അതിലൂടെ ആഡ് ചെയ്ത് അരച്ചെടുത്ത ശേഷം വലുപ്പത്തിലുള്ള 2 തക്കാളിയും 5-6 പുതിനയിലയും 5-6 കറിവേപ്പിലയും പുതിനയുടെയും കറിവേപ്പിലിന്റെയും ഇരട്ടി അളവിൽ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ വരാനായിട്ടാണ് ഓരോ സാധനങ്ങളായി ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തത് കേട്ടോ. അരച്ചെടുത്തതെന്ന് ചിക്കനിൽ പുരട്ടാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനിലും ഈ മസാല നല്ല രീതിയിലൊന്ന് പുരട്ടിയെടുക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ 1-2 മണിക്കൂർ മുമ്പെങ്കിലും ചിക്കനിൽ മസാല മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ അത് സെറ്റായി വരുള്ളൂ കേട്ടോ. അരച്ചെടുത്തതിന്റെ പകുതി മസാല മാത്രമാണ് ഇപ്പൊ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം ചിക്കനിൽ നല്ല രീതിയിൽ മസാലയെല്ലാം പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനെ ഇത് ഉണ്ടാക്കാൻ പോണത് എയർ ഫ്രയറിനകത്താണ് കേട്ടോ. എയർ ഫ്രയറിനകത്ത് അല്ലാതെ ദോശക്കല്ലിലോ ഗ്രില്ലിലോ ആണെന്നുണ്ടെങ്കിലും ഇത് ചുട്ടെടുക്കാം. എയർ ഫ്രയറിനകത്ത് നമ്മൾ ഒരു സിലിക്കോൺ ഷീറ്റ് വെച്ച ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മസാല തിരുമ്മിയെടുത്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇത് 4.5 ലിറ്ററിന്റെ ആണ് എയർ ഫ്രയർ. അതുകൊണ്ട് തന്നെ അതിനകത്ത് 3-4 പീസ് മാത്രമാണ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ പതിവ്. ചിക്കൻ പീസിന്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷവായ ആയതുകൊണ്ട് അൽഫാം പോലെ നല്ല ഫ്രൈ ആവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 200 ഡിഗ്രിയിൽ ആദ്യം 15 മിനിറ്റ് ആണ് കേട്ടോ കുക്ക് ചെയ്യാറുള്ളത്. ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഷവായിക്ക് വേണ്ട മസാല കൂടെ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന മസാലയുടെ പകുതി ഭാഗം മാറ്റി വെച്ചിരുന്നല്ലോ. മസാലയുടെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. 10-15 മിനിറ്റ് നല്ല രീതിയിലൊന്ന് തിളയ്ക്കുമ്പോൾ ഇത് കുറുകി വരൂലോ. അതായത് കുറച്ച് ജ്യൂസി ആയിട്ട് ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ നല്ല ചെറുതായി അരിഞ്ഞെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്യുന്നവർക്ക് അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഒന്നുകൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അതുകൂടെ ആഡ് ചെയ്യണതാണ് നല്ലത്. മസാല ഇവിടെ സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ എയർ ഫ്രയറിനകത്ത് വെച്ച ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും നല്ല രീതിയിൽ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് വേണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. മസാല ഷവായിക്ക് ഈ ഒരു പരുവം തന്നെയാണല്ലോ നല്ലത്. അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തിരിച്ചിടാം. വീണ്ടും ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും 15 മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് മാത്രമാണ് വെക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നല്ല മുരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെക്കാൻ. അതാണെന്നുണ്ടെങ്കിലും തിരിച്ചിടുന്ന സമയത്ത് 10 മിനിറ്റ് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേനും ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ട് നമുക്ക് വേണ്ട പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുറുക്കി എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. ഒരു സൈഡ് മസാല തേച്ച് കൊടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റിലുള്ള മസാല ഷവായ റെഡിയായി. മസാല ഒന്നുകൂടെ ജ്യൂസി ആയിട്ട് വേണമെന്നുള്ളവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുറുക്കി എടുക്കാതെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.